ഒരു ദിവസം സമ്പൂർണ്ണമാക്കാൻ കണ്ണിന് കുളിർമയേകുന്ന കുറച്ച് കാഴ്ചകൾ മതി എന്നുള്ളത് വളരെ സത്യമാണല്ലേ. ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും നമ്മൾ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പനിയാരായിരുന്നു കേട്ടോ. ദോശമാവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് എണ്ണയിൽ കടുകും കടലപ്പരിപ്പും കൂടിയും വഴറ്റുകയാണ്. കൂടെ സബോളയും പച്ചമുളകും കറിവേപ്പിലയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. വാട്ടി നമുക്ക് മാവിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കലക്കി നമുക്ക് നല്ലൊരു പനിയാരം ഉണ്ടാക്കാം. ഇത് തമിഴ്നാട് റെസിപ്പിയാണ്. നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഒരുപാടൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ എൻ്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് കുറേ വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ്, മറ്റേ ബീൻസ്, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെയൊക്കെ നമുക്ക് നല്ലോണം ചിരവിയിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാം. എല്ലാ വെജിറ്റബിളും ഇടാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ദോശമാവിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും പിന്നെ ഈ സബോള വാട്ടിയതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നുമില്ല, ഇതിൽ പരിപാടികളൊന്നുമില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുഴിയപ്പത്തിൻ്റെ കല്ലില്ലേ അത് വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ തമിഴ്നാട്ടുകാർ ഇവിടെ പറയുക കുഴിപ്പനിയാരെന്നാണ് പറയുക. ഈ കുഴിയിലൊഴിക്കണ കാരം ഉണ്ടാവും അതിന് കുഴിപ്പനിയാരെന്ന് പറയുക. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഓരോ കുഴിയിൽ നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞൊരു 2-3 മിനിറ്റിൽ തന്നെ അത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇപ്പുറം കൂടിയും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. നല്ലൊരു തക്കാളി ചട്നി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അത് മതി, വേറെ ഒന്നും വേണ്ട നമുക്ക്. അത്രയ്ക്ക് നല്ല കോമ്പിനേഷനാണ് പനിയാരും തക്കാളി ചട്നിയും. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മൂത്താൾ കുഞ്ഞിതായിട്ടിരിക്കുമ്പോൾ LKG പഠിക്കുമ്പോൾ ദിവസം ഇതാണ് ചോക്കിയാൾ. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി, സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സബോള, വറ്റൽമുളക്, കറിവേപ്പില ഇത് മൂന്നിട്ട് നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അത് എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചാൽ മതി. അപ്പോൾ തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണ്ട. നമുക്ക് വേണമെങ്കിൽ പെരുങ്കായം ആഡ് ചെയ്യാം കുറച്ച്. അതും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഞങ്ങൾ കാലത്ത് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായയും കൂടി ഉണ്ട്. കട്ടൻ ചായ എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരാളാണല്ലേ. അപ്പോൾ കട്ടൻ ചായ ഉണ്ട്. പനിയാരം തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു. അവരൊക്കെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് വീട് ആകെ അലങ്കോലമായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പണികളുണ്ടായി. പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. വീഡിയോ എവിടെ നിന്നാണ് കാണണമെന്ന് പറഞ്ഞാൽ